ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ദി ഡെർമാക്കോ എന്ന ബ്രാൻഡിന്റെ 10% വൈറ്റമിൻ സി ഫേസ് സിറത്തിനെ കുറിച്ചിട്ടുള്ളതാണ്. ബെസ്റ്റ് വൈറ്റമിൻ സി ഫേസ് സിറത്തിൽ പെടുന്ന ഒന്നാണ് ഈ ഒരു ഡെർമാക്കോ എന്ന ബ്രാൻഡിന്റെ 10% വൈറ്റമിൻ സി ഫേസ് സിറം. അപ്പോൾ ഈ ഒരു വൈറ്റമിൻ സി ഫേസ് സിറം ഉപയോഗിക്കുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വീഡിയോയിൽ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ഫേസ് സിറത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ 2 ആക്റ്റീവ്സിന്റെ പവറാണ് വരുന്നത്. ഡാർക്ക് സ്പോട്ട്, പിഗ്മെന്റേഷൻ ഒക്കെ മാറാനും സ്കിൻ ഗ്ലോ ആകാനും സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഈ ഒരു ഫേസ് സിറത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തത് വൈറ്റമിൻ സി ആണ്. സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. പിഗ്മെന്റേഷൻ ട്രീറ്റ് ചെയ്യുന്നതിനും അൺഈവൻ ആയിട്ട് കിടക്കുന്ന സ്കിൻ ടോണൊക്കെ ഒന്ന് ഈവൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇത് കൂടാതെ ആന്റി ഏജിംഗ് ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് നയാസിനമൈഡ് ആണ്. വൈറ്റമിൻ B3യുടെ ഒരു ആക്റ്റീവ് ഫോമാണ് നയാസിനമൈഡ് എന്ന് പറയുന്നത്. ആക്നെ മാർക്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സ്കിൻ ടെക്സ്ചർ ഈവൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്കിന്നെ ഹെൽത്തി ആയിട്ടിരിക്കാനും ക്ലിയർ ആയിട്ടിരിക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു നയാസിനമൈഡ്. അടുത്താണ് ഫെറോലിക് ആസിഡ്. ഒരു പ്ലാന്റ് ബേസ്ഡ് ആന്റി ഓക്സിഡന്റ് ആണ് ഈ ഒരു ഫെറോലിക് ആസിഡ്. ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിനും വൈറ്റമിൻ സിയുടെ സ്റ്റെബിലിറ്റിനെയും ആന്റി ഓക്സിഡന്റ് ബെനിഫിറ്റ്സിനെയൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഫെറോലിക് ആസിഡ്. വൈറ്റമിൻ സിയുടെയും ഇതിലടങ്ങിയിട്ടുള്ള മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഹൈലറോണിക് ആസിഡിന്റെയും എഫക്ട്സ് ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന സ്പോട്സ്, റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഇതിന്റെയൊക്കെ ഡെവലപ്മെന്റ് സ്ലോ ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റോപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അടുത്ത ഇൻഗ്രീഡിയന്റ് ഹൈലറോണിക് ആസിഡ് ആണ്. ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിലെ ഹൈഡ്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സെറാമൈഡ് ലോസ് പ്രിവെന്റ് ചെയ്ത് സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫൈൻ ലൈൻസിന്റെ വിസിബിലിറ്റി റിഡ്യൂസ് ചെയ്യാനും സ്കിന്നിലെ മോയ്സ്ചർ നിലനിർത്താനും പുതിയ സ്കിൻ സെൽസ് റീപ്ലേസ് ചെയ്യാനും ഒരു പ്ലംപ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സലന്റ് സ്കിൻ കെയർ ആക്റ്റീവ് ആണ് ഈ ഒരു ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഇതുകൂടാതെ വരുന്ന ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഫേസ് സിറം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു 2 to 3 ഡ്രോപ്സ് മാത്രം എടുത്തിട്ട് യൂസ് ചെയ്യുക. പിന്നീട് 5 ഡ്രോപ്സ് വരെ ഉപയോഗിക്കാവുന്നതാണ്. ഫേസിൽ മാത്രമല്ല നെക്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. സിറം അപ്ലൈ ചെയ്ത് സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർബ് ആവുന്ന വരെ ഒരു സർക്കുലർ മോഷനിൽ ഒരു മസാജ് കൊടുക്കുക. അത് മുകളിലോട്ടായിട്ട് ചെയ്യുക, താഴത്തേക്ക് ചെയ്യാതിരിക്കുക. ഡെയിലി 2 നേരമായിട്ട് ഉപയോഗിക്കുക. അധികം വെയിൽ കൊള്ളുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നൈറ്റ് മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഡേ ടൈമിൽ എന്തായാലും ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഈ ഒരു സിറത്തിന്റെ പ്രൈസ് വരുന്നത് 349 ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യാം. ഇനി പറയാൻ പോകുന്നത് ഈ ഒരു ഫേസ് സിറം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവർ ചെയ്തേക്കാവുന്ന കുറച്ച് മിസ്റ്റേക്സ് ആണ്. ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വൈറ്റമിൻ സി ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഹയർ കോൺസെൻട്രേഷനിൽ ഉപയോഗിക്കാതിരിക്കുക. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഡെർമാക്കോ 10% വൈറ്റമിൻ സി ഫേസ് സിറം ബിഗിനേഴ്സിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അടുത്തതാണ് നിങ്ങളുടേതൊരു റെഡ് ഇറിറ്റേറ്റഡ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി അപ്ലൈ ചെയ്യാൻ പാടില്ല. അടുത്തൊരു മിസ്റ്റേക്ക് ആണ് നമ്മൾ ഡാം സ്കിന്നിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത്. വൈറ്റമിൻ സി എപ്പോഴും ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വൈറ്റമിൻ സി ആക്റ്റീവ് ആക്നെയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു വൈറ്റമിൻ സി സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ഇവയുടെ കൂടെ ഒരുമിച്ച് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മോർണിംഗ്, നൈറ്റ് അങ്ങനെയായിട്ട് സെപ്പറേറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഉപയോഗിക്കാം. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ സിറം എടുക്കുന്ന സമയത്ത് കൈകളിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. ഈ കൈകളിൽ റബ്ബ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് വൈറ്റമിൻ സിയുടെ എഫക്ട്സ് ലോസ് ആവാനുള്ള കാരണമാവും. ലാസ്റ്റ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. വൈറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നവർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്റ്റെപ്പാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വൈറ്റമിൻ സി ഫേസ് സിറം ഉപയോഗിക്കുക. ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.